വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വയ്യ. ക്യാഷിന് വേണ്ടി നുണകൾ പാച്ച നുണകൾ ഉണ്ടാക്കി പറയുന്ന ഷാക്കിർ അബ്ദുൽ ജബ്ബാറിനെതിരെയാണ്. എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയതെമ്പോൾ? കോടതി വരെ ഇതിന് തെളിവ് കിട്ടി ഇതായില്ലമ്പോൾ കോടതി വരെ അവൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടി? നിങ്ങളിലാണ് സ്ത്രീകൾക്ക് പ്രതീക്ഷ. എന്ത് പ്രതീക്ഷ? നിങ്ങൾ എന്തൊക്കെയോ നുണ പറയുന്നത് എന്ത് പ്രതീക്ഷയുള്ളത്? പിന്നെ മൈനാസ് ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ തെളിവ് എവിടെ? നിങ്ങളെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ കാണിക്കാതെ തെളിവുണ്ട് പറഞ്ഞ് വെറുതെ ക്യാഷിന് വേണ്ടിയിട്ടും വെറുതെ കണ്ടന്റിന് വേണ്ടിയിട്ടും ഒരു ചെക്കൻ്റെ ജീവിതങ്ങളെ കളഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് റിഫ മരിച്ചതിൻ്റെ 100% ഉത്തരവാദി മൈനാസാണ് നിങ്ങൾ പറയുന്നുണ്ട്. അതിന് തെളിവ് എവിടെ? നാളെ കോടതി അത് അല്ലാന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം നിങ്ങൾ കളിക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതമല്ലേ, അതേമാതിരി അവനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? നിങ്ങൾക്ക് അസൂയാണ് അവൻ്റെ ജീവിതം കണ്ടിട്ടാകുമ്പോൾ. കാരണം അവൻ്റെ കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് കണ്ടന്റാണ് വലുത്. നമ്മൾ മനസ്സിലാക്കിയത്തോളം നിങ്ങൾക്ക് കണ്ടന്റാണ് വലുത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് എന്താ? റിഫ മാനു കേസിലാണപ്പോൾ. വേറെ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് ഇത്ര വ്യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടായി നിങ്ങൾ ആ പാവം പയ്യനെ നോണ പറഞ്ഞിട്ടാണ്, കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങൾ വ്യൂസ് ഉണ്ടാക്കണമ്പോൾ. അല്ലാതെ നിങ്ങൾ വരുന്നില്ല. നിങ്ങൾ മെസ്സേജ് ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടികൾക്ക് എവിടെ? ഇത്രയും പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് മുണ്ടാ നിൽക്കും, തേങ്ങ ഉണ്ടാക്കും. ഇത് സോഷ്യൽ മീഡിയ ആകുമ്പോൾ അവരൊക്കെ ഇത് ചെയ്യുമ്പോൾ എന്നിട്ട് ആരും ഇതേമാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ മെസ്സേജ് അയച്ചു കണ്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്നിട്ട് എവിടെ തെളിവ്? എവിടെ? നിങ്ങൾ തോന്നെ തെളിവുണ്ട് അങ്ങനെ തേങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് കാണിക്കും. എവിടെ തെളിവ്? ഒരു കാര്യമില്ല. പിന്നെ ഈ പെൺകുട്ടികൾക്കൊക്കെ നിങ്ങളില്ലാത്ത അത്ര പ്രതീക്ഷ. നിങ്ങൾ ആരാണ്? അപ്പോൾ യൂട്യൂബർ ആക്കാൻ 4, 3, 5 സബ്സ്ക്രൈബറിൽ നിങ്ങൾ യൂട്യൂബറാണ്, സ്വയം യൂട്യൂബറാണ് പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളില്ലാത്ര പ്രതീക്ഷ ഈ കുട്ടികൾക്കൊക്കെ. എന്ത് പ്രതീക്ഷ എന്ന് പറയുന്നത്? തെളിവില്ല നിങ്ങളെടുത്ത്. തെളിവില്ല. നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ആ പാവം പയ്യനെ എന്തൊക്കെയോ ആക്കണം. അപ്പം നിങ്ങളെ ഏണിങ്സിനും നിങ്ങളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ കുറ്റക്കാരനാക്കണം. അപ്പോൾ തെളിവ് ഒന്നും ആയില്ലല്ലോ. അപ്പോൾ കോടതി ഇതായില്ല, കോടതി കേസ് ഉണ്ടാകുമ്പോൾ കോടതി ഒന്നും ആയിട്ടില്ല. നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ ആ പയ്യനെന്താ പറയുക, നിങ്ങളെ യൂസ് ചെയ്യണം. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗം അവന് കൊടുക്കണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അപ്പോൾ കാരണം നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്ന ഫുൾ അവൻ്റെ വീഡിയോ വെച്ചിട്ടല്ലേ, അല്ലാത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നും റീച്ചില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ 3 വീഡിയോകളിൽ ലാസ്റ്റ് 3 വീഡിയോ ഇട്ടു, 3 വീഡിയോക്ക് റീച്ചില്ല. അപ്പം നിങ്ങൾ മനസ്സിലായി എൻ്റെ കണ്ടന്റ് ഇതല്ല, റിഫ മാനുവിനാണ് എൻ്റെ കണ്ടന്റ്. റിഫ മാനുവിൻ എന്ന കണ്ടന്റിൽ എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ കണ്ടന്റിലൊന്നും എനിക്ക് വ്യൂസ് ഇല്ല. ഇന്നലെ മറ്റേതോ ഒരു സിനിമൻ്റെ റിവ്യൂ ചെയ്തിരുന്നപ്പോൾ ഏതൊരു പൃഥ്വിരാജിൻ്റെ പുതിയൊരു പടം ഉണ്ടല്ലോ, ഗുരുവായൂർ നടയിലോ അങ്ങനത്തെ റിവ്യൂ ചെയ്തിരുന്നു. വ്യൂസ് ഇല്ല. അതിൻ്റെ മുമ്പ് മമ്മൂട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, മമ്മൂട്ടീൻ്റെ ഏജ് ഓവറായി എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന് വ്യൂസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല, പബ്ലിക്കാകാൻ പറ്റൂല, നമ്മൾ 10 ആൾക്കാരെ അറിയാൻ പറ്റൂല. നമുക്ക് എനിക്കറിയാം മൈനാസിലെ തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് മൈനാസിനെ കുറ്റം പറയാം. മൈനാസ് റിഫ കോമ്പിനേഷൻ വരുമ്പോൾ എല്ലാവർക്കും കാണാനൊരു ആകാംക്ഷയാണ്. അപ്പോൾ നമുക്ക് ഏൺ ചെയ്യാം, നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ കുറച്ച് കുറ്റമല്ലെങ്കിലും കുറ്റം ഉണ്ടാക്കി പറയാം, ഏൺ ചെയ്യാലോ നമുക്ക്. അതാണ് മുഖ്യം. അപ്പോൾ മെസ്സേജ് അയച്ചിന് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചിന് പെൺകുട്ടികളെ കൂടെ നിന്നൊക്കെ മൈനാസ് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, മൈനാസ് ചെയ്തിരുന്നു നിങ്ങൾ പറയുന്നുണ്ട്. തെളിവ് എവിടെ? തെളിവില്ല. നിങ്ങളെ കയ്യിൽ തോന്നെ തെളിവുണ്ട് എത്ര. പിന്നെ നിങ്ങൾ തെളിവ് എന്താ പുറത്തുവിടാത്ത? വെറുതെ നിങ്ങൾ അവൻ്റെ ജീവിതം വെച്ച് കളിക്കണ്ട. നിങ്ങൾക്ക് അസൂയാണ് അവൻ്റെ ജീവിതം കണ്ടിട്ട്. നിങ്ങൾക്കും നല്ലൊരു ജീവിതമല്ലേ. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള പോലെ എന്തിനാ ഇതിക്ക് ഇതാക്കുന്നാകുമ്പോൾ അവന് കുറ്റക്കാരാണ് നിങ്ങളുടെ തീരുമാനിച്ച്. കോടതി ഒന്നും വേണ്ട. അവിടെ കോടതി പോലീസൊന്നും വേണ്ട. ഞാൻ തീരുമാനിക്കും. ഞാൻ പറഞ്ഞാണ് ശരി, ഞാൻ പറഞ്ഞാൽ മാത്രമാണ് ശരി. അതാണ് നിങ്ങളുടെ ടോപ്പിക്ക്. കാരണം എന്താ? നിങ്ങൾക്ക് അതിന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉള്ളൂ, വേറെ ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായും ഇനിയിപ്പോൾ കുറ്റക്കാരനല്ലെങ്കിലും നിങ്ങൾ ഓനെ കുറ്റക്കാരനാക്കും. കാരണം നിങ്ങളുടെ ഏണിങ്സ്, നിങ്ങൾക്ക് വ്യൂസ്, നിങ്ങൾക്ക് സബ്സ്ക്രൈബർ, അതാണ് നിങ്ങളുടെ ലക്ഷ്യം.
ഞാൻ പറഞ്ഞു താത്ത നിങ്ങൾ തട്ടക്കെട്ട് നല്ലൊരു ദീനിബോധമായി നടക്കുന്ന പെണ്ണാണ് എനിക്ക് മനസ്സിലായിപ്പോൾ. തട്ടക്കെട്ട് മുടിയൊക്കെ മറച്ച് നല്ലൊരു ദീ നടക്കുന്ന ആളാണ്. ഓക്കെ, വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറ്റം പറഞ്ഞില്ല. പക്ഷേ ഒരാളെ ജീവിതം വെച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല. എന്താണ് ഏണിങ്സിന് വേണ്ടിയിട്ട് ഒരു ചെക്കൻ പയ്യനെ നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമ്പോൾ വെറുതെ കുറ്റം പറഞ്ഞ് അല്ല. നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് റിഫ മരിച്ചതിന് 100% കാരണം മാനാസം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതാകുമ്പോൾ നിങ്ങൾ ആ ഫാക്ടറി ഉണ്ടായിരുന്നോ? നിങ്ങൾ ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്നോ? അല്ല, ആ സമയത്ത് നിങ്ങൾക്ക് റിഫ മെസ്സേജ് അയച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാണ്, ഇതിന് കാരണം മാനാസാണ്, വേറെ ആരുമല്ല. അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് റിഫനെ യാതൊരു പരിചയമില്ല എന്നൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിയുന്നത് 100% കാരണക്കാരൻ മാനാസാണെന്ന്? കളിക്കാം, വീഡിയോ ചെയ്യാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെക്കന്മാരെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലൊരു ലൈഫില്ലേ, അതുപോലെ അവനക്കും ലൈഫില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഓനങ്ങനെ എന്തൊക്കെയോ കുറ്റം പറയുന്നുണ്ട്. 100% എനിക്കറിയാം തേങ്ങ വാങ്ങുന്നൊക്കെ. ഏണിങ്സിന് വേണ്ടിയിട്ട് ഒരാളെ ഇങ്ങനെ എന്താ പറയാ, ഇനി നോക്കണ്ട. കണ്ടന്റ് മാനാസാണ്, വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. മാനാസ് കണ്ടന്റ് മാനാസിലേ വിജയമുള്ളൂ, വേറെ ഒന്നിലും വിജയമല്ല. അപ്പൊ പിന്നെ ഒരു രക്ഷയില്ല. മാനാസ് കണ്ടന്റ് ശരിക്കും നിങ്ങൾ ഇപ്പൊ എന്താ പറയുക, കുറച്ച് പൈസ മാനാസിന് കൊടുക്കണം. ഇപ്പോൾ കാരണം മാനാസിനാണ് നിങ്ങൾ ഏണിങ്സ് മൊത്തം ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പൈസ നിങ്ങൾ മാനാസിന് കൊടുക്കണം. അല്ലെങ്കിൽ തെറ്റാണ് താത്ത, തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. തെറ്റാണ്. നിങ്ങൾ മാനാസിനാണ് ഏണിങ്സ് ഉണ്ടാക്കണം. നിങ്ങൾ ബാക്കി വീഡിയോസ് ഒന്നും ഏണിങ്സ് ഇല്ല. കാരണം ബാക്കി വീഡിയോ നിങ്ങൾക്ക് വ്യൂ ഇല്ല. അപ്പോൾ ആ റിഫനെയും മാനാസിനെയും കുറിച്ച് ഗോസിപ്പാക്കിയിട്ട് ഗോസിപ്പുകളുടെ ലോകം നിങ്ങളെ ചാനൽ കണ്ട ഗോസിപ്പാണുമ്പോൾ അതും മാനാസിനെതിരെയല്ല ഗോസിപ്പ്. എന്തൊക്കെയോ ഉണ്ട് പറയാം. ഗോസിപ്പല്ലേ ഇതിന് വേറെ എന്താ പറയാ, ഇത് ഏണിങ്സിനുള്ള കളികൾ, യൂട്യൂബിൽ നിലനിർത്താനുള്ള കളികൾ. യൂട്യൂബ് അത്ര നിങ്ങൾ തെളിവ് കൊണ്ടുവരും. നിങ്ങൾ കൊണ്ട് തെളിവ് കൊണ്ടുവരും. നിങ്ങൾ കൊണ്ടൊരു തെളിവ് കൊണ്ടാൻ കഴിയില്ല. അതിന് കൂടുതലൊന്നും പറഞ്ഞില്ല. എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ സമയമില്ല. അപ്പം ഒന്നാമത് നിങ്ങൾ നല്ല നല്ല വീഡിയോ ചെയ്യും, നല്ല നല്ല കണ്ടന്റ് ചെയ്യും, നിങ്ങൾക്ക് റീച്ച് കിട്ടും. അല്ലാതെ മാനാസിനെ വെച്ചിട്ട് മാനാസ് മാനുദ്, റിഫ മാനുദ്, മാനാസ് മാനുദ്, അങ്ങനെ സഫ മാനുവിൻ്റെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ വെച്ച് വീഡിയോ ചെയ്യാൻ നിൽക്കരുതേ. അങ്ങനെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. വെറുതെ നിൽക്കാൻ നമുക്ക് സമയമില്ലമ്പോൾ കാര്യം പറയാലോ. ഒരു ചെക്കൻ്റെ ജീവിതം വെച്ച് നിങ്ങളെ കളിക്കണമ്പോൾ നിങ്ങളെ ഏണിങ്സിന് വേണ്ടി ബാക്കി ചെക്കന്മാരെ കരുവാക്കി തേക്കരുതെന്ന് എനിക്കൊന്നും പറയാനുള്ളൂ. ഓക്കെ, ബായ്.